നാം എല്ലാവരും ജീവിക്കുന്നത് വിവിധ ഇടങ്ങളിലാണ്. നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ പലതാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പലതാണ്. ഒരു നല്ല പ്രസംഗം കേൾക്കുമ്പോൾ നാം നന്നായിട്ട് ആസ്വദിക്കും. എന്നാൽ ആ പ്രസംഗം നീണ്ടുപോയാൽ ഒരുപക്ഷെ നാം ഉറങ്ങും. എന്നാൽ ഒരു നല്ല ഗാനം കേട്ടാൽ ആ ഗാനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ആ ഗാനം നമ്മെ ചിന്തിപ്പിക്കും. ക്രൈസ്തവ ഭക്തിഗാനങ്ങളുടെ പ്രസക്തി ഇവിടെയാണ്. ഓരോ പാട്ടുകൾ നാം ശ്രവിക്കുമ്പോൾ ഈ പാട്ടുകൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. അപ്രകാരമുള്ള അർത്ഥവത്തായ ഗാനങ്ങൾ പുറത്തിറങ്ങിയതായ സ്ഥലമാണ് മാരാമൺ കൺവെൻഷൻ. ഈ ദിവ്യസംഗീതം സിംഫണി ഓഫ് മാരാമൺ പ്രോഗ്രാമിലൂടെ ഇപ്രകാരമുള്ള നല്ല ഗാനങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ടുള്ള സമയമാണിത്. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദപുസ്തകത്തിലെ ഒരു വലിയ ആശയമാണ് ദൈവകൃപ. എന്താണ് ദൈവകൃപ? അർഹതയില്ലാതെ ലഭിക്കുന്നതായ ദൈവത്തിൻ്റെ വലിയ ദാനം. ഈ ദൈവകൃപ എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ മുമ്പോട്ട് നയിപ്പാൻ മതിയായതാണ്. കൃപ മതിയെ തിരു കൃപ മതിയെ എന്നുള്ളൊരു ഗാനമാണ് അടുത്തതായി നാം കേൾക്കുന്നത്. മാരാമൺ കൺവെൻഷനിൽ അനേക ഗാനങ്ങൾ സംഭാവന ചെയ്ത ശ്രീ നൈനാൻ പുന്നവേലി എഴുതിയതായിട്ടുള്ള ഗാനമാണ് കൃപ മതിയെ തിരുകൃപ മതിയെ എന്നുള്ള ഗാനം. അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ അത്തരം സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ തക്കവണ്ണം തന്നെ ശക്തീകരിക്കുന്നതാണ് എന്നുള്ളതായ അനുഭവമാണ് ഈ ഗാനത്തിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഗാനം നമുക്ക് ശ്രവിക്കാം. കൃപ
വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മദാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉയിർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തുടർന്നുള്ള സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ ലഭിച്ചു കഴിയുമ്പോൾ ഭൂലോകത്തിലൊക്കെയും പോയി കർത്താവിൻ്റെ സാക്ഷികളാകുവാനുള്ള വലിയ ആഹ്വാനം നമുക്ക് വേദപുസ്തകം നൽകുന്നുണ്ട്. അപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞാൽ ഭൂലോകത്തൊക്കെയും പോയി സാക്ഷികളാകാനുള്ള വലിയ ആഹ്വാനത്തെ ഓർപ്പിക്കുന്ന ഒരു ഗാനമാണ് അടുത്തതായി കേൾക്കുന്നത്. ആത്മഫലങ്ങളാൽ നിറഞ്ഞിടുവാൻ ഷാജി തമ്പി രചിച്ച് വിൽസൺ ചേന്തനാട്ടിൽ ഈണം നൽകിയതായ ഈ ഗാനം നമുക്ക് ശ്രവിക്കാം.
അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു ആശയമാണ് ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നത്രേ എന്നുള്ളത്. മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും അവരവരുടേതായ പ്രത്യേകതകളുണ്ട്. എന്നാൽ നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. പലരാം നമ്മൾ ക്രിസ്തുവിലൊരേ ശരീരം, ഒന്നായി വാഴാം ക്രിസ്തുവിലൊന്നായി വാഴാം. നീ എവിടെ, നിൻ സോദരനെവിടെ, കർത്താവിൻ ശബ്ദം. വളരെ മനോഹരമായൊരു ഗാനമാണ് നാം കേൾക്കാൻ പോകുന്നത്. ശ്രീ തോമസ് അലക്സാണ്ടർ രചിച്ചതായ മനോഹരമായ ഗാനം പലരാം നമ്മൾ ക്രിസ്തുവിൽ ഒരേ ശരീരം. ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ശരീരം ഒന്നായി വാഴാം
ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിൻ്റെ അധികാരം ദൈവത്തിനുള്ളതാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടപ്പാടുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങളുണ്ട്. ചിലപ്പോൾ ജീവിത പ്രശ്നങ്ങളുമായി മല്ലടിക്കുമ്പോൾ ഈ ജീവിതം എന്തിന് എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അന്നേരവും ഓർക്കുക, ദൈവമാണ് നമ്മുടെ ആയുസ്സിൻ്റെ ഉടയവൻ. ജീവിതത്തിൽ പ്രശ്നങ്ങളുമായിട്ട് മല്ലടിച്ചപ്പോൾ ഈ ജീവിതം അവസാനിപ്പിച്ചാൽ എന്താണ് എന്ന് ചിന്തിച്ചതായ ഒരു വ്യക്തിയുടെ ജീവിത അനുഭവമാണ് ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം എന്ന ഈ ഗാനം. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ, നിറവോടെ കരുതും പിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ, നിറവോടെ കരുതും പിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം. ഒരു മകനായി മകളായി നിന്മാരിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടും നേരം. ഒരു മകനായി മകളായി നിന്മാരിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടും നേരം. ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻ കരങ്ങൾ, എൻ ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ. ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻ കരങ്ങൾ, എൻ ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ, നിറവോടെ കരുതും പിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം. ഇരുൾമൂടിയ വാനവും കുടചൂടിയ ചന്ദ്രനും അലിവില്ലാതിളകുന്ന കടലും. ഇരുൾമൂടിയ വാനവും കുടചൂടിയ ചന്ദ്രനും അലിവില്ലാതിളകുന്ന കടലും. ഇളകുന്ന തോണി ഇടറാതെ ഞാനും ഉറപ്പോടെ എത്തും മറുകരയിൽ നിൻ കൃപയാൽ. ഇളകുന്ന തോണി ഇടറാതെ ഞാനും ഉറപ്പോടെ എത്തും മറുകരയിൽ നിൻ കൃപയാൽ. ദൈവം കനിവായി